നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയെടുത്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ധാർമ്മികത പറയാൻ CPM-നും BJP-ക്കും എന്ത് അവകാശമാണുള്ളതെന്നും വി ഡി സതീശൻ. സ്ത്രീകളെ സൈബർ ആക്രമണം ചെയ്യുന്നത് CPM ആണെന്നും സതീശൻ. മുസ്ലിം ലീഗിനെയും കുഞ്ഞാലിക്കുട്ടിയെയും കടന്നാക്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ. മാങ്കൂട്ടത്തിന്റെ മുത്തച്ഛനാണ് കുഞ്ഞാലിക്കുട്ടിയെന്നും തങ്ങളാരും ഐസ്ക്രീം കച്ചവടത്തിന് പോയിട്ടില്ലെന്നും വെള്ളാപ്പള്ളി. ഈഴവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കണമെന്നും വെള്ളാപ്പള്ളി. എരുമേലി KSRTC ബസ് സ്റ്റാൻഡും സ്ഥലവും 3 മാസത്തിനകം ഒഴിയണമെന്ന പാലാ സബ് കോടതിയുടെ വിധി മറികടക്കാൻ തടസ്സങ്ങളേറെ. നിലവിലുള്ള സ്റ്റാൻഡ് അതേപടി നിലനിർത്തിയ ഓഫീസ് മാത്രം തൊട്ടടുത്തുള്ള ദേവസ്വം വക കെട്ടിടത്തിലേക്ക് മാറ്റാൻ നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയെടുത്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ധാർമ്മികത പറയാൻ CPM-നും BJP-ക്കും എന്ത് അവകാശമാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. തിരുവല്ലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളെ സൈബർ ആക്രമണം ചെയ്യുന്നത് CPM ആണ്. അത് അവസാനിപ്പിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണങ്ങൾ BJP-ക്കും CPM-നുമെതിരെ ഉയർന്നപ്പോൾ ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരെങ്കിലും രാജിവെക്കുമെന്നും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കാർക്കശ്യത്തോടു കൂടിയും ഇത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടിയും ഒരു തീരുമാനമെടുക്കുന്നത്. KPCC പ്രസിഡന്റ് നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു കംപ്ലൈൻറ്റ് ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലൊരു പരാതിയില്ല, ഒരു തെളിവുകളും ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. എന്നിട്ടും 24 മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം പാർട്ടി ഗൗരവതരമായി ആ കാര്യം പരിശോധിച്ചു, മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ? റേപ്പ്, ഇപ്പം ഞങ്ങളെ ആക്രമിക്കുന്നവർ, നിങ്ങളെ കളിയാക്കുന്നവർ, ഇപ്പോൾ മന്ത്രി MB രാജേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു, ഇത് ഭയങ്കര കോംപ്രമൈസായി പോയെന്ന്. ഒരു റേപ്പ് കേസിലെ പ്രതി കൈപൊക്കിയിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് നിയമസഭയിൽ. സ്വയം ഒരു ഉളുപ്പ് വേണ്ടേ? ഒരു റേപ്പ് കേസിലെ പ്രതി MLA ആയിട്ടിരിക്കുകയാണ് CPM-ൽ. ഞാൻ പേരൊന്നും പറയില്ല ആരുടെ. ഞങ്ങളതാണ് ചെയ്തത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം CPM ഒരു നടപടി എടുത്തില്ല. BJP പോക്സോ കേസിലെ പ്രതി ഹൈക്കമ്മിറ്റിയിലാണ്, ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കാം. ആരും ഒരു നടപടി എടുത്തിട്ടില്ല. ഇഷ്ടംപോലെ പേരുടെ പേര് ഞങ്ങൾക്ക് CPM-ൽ നിന്ന് തന്നെ പറയാമല്ലോ. ഞങ്ങൾ അവരാരെങ്കിലും പേര് പറഞ്ഞു, അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല, ഒരു നടപടി. അതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കും ഉഴപ്പായിരുന്നല്ലോ. ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ സ്ഥാനത്തുനിന്ന് മാറ്റി, പിന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തി. അതെന്തുകൊണ്ടാണ്? സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനവും ആദരവുമാണ്. ഈഴവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം വൈക്കം തലയോലപ്പറമ്പ് യൂണിയനുകളുടെ കീഴിലുള്ള ശാഖാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർക്ക് വേണ്ടി വൈക്കം ആശ്രമം സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ശാഖാ നേതൃത്വ സംഗമം 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. ഈഴവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കണമെന്നും ഇടതായാലും വലതായാലും ഈഴവർക്ക് ഭരണത്തിൽ പങ്കാളികളാകാൻ ഈഴവ MLA-മാർ സഭയിൽ ഉണ്ടാകണമെന്നും സാമൂഹ്യനീതിയിൽ പറയുന്നത് പോലെ സമുദായ നീതി ഈഴവർക്കും ഉറപ്പുവരുത്തണമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. മുസ്ലിം ലീഗിനെയും കുഞ്ഞാലിക്കുട്ടിയെയും വെള്ളാപ്പള്ളി നടേശൻ കടന്നാക്രമിച്ചു. മാങ്കൂട്ടത്തിൻ്റെ മുത്തച്ഛനാണ് കുഞ്ഞാലിക്കുട്ടിയെന്നും നമ്മളാരും ഐസ്ക്രീം കച്ചവടത്തിന് പോയിട്ടില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ അവർക്ക് സാധിച്ചു. അതാണ് അവരുടെ മിടുക്ക്. ഗുരുദേവൻ്റെ പേരിലുണ്ടായ സർവകലാശാലയിൽ പോലും വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് മലപ്പുറത്തുകാരനാണെന്നും നമ്മൾ ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതു വലത് പാർട്ടികൾ പറയുന്നത് മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്നാണ്. എന്നാൽ അവർ ഒരിക്കലും മറ്റു മതത്തിൽപ്പെട്ടവരെ ഒരു സ്ഥാനത്തും വയ്ക്കാറില്ല. മന്ത്രിസ്ഥാനങ്ങൾ കിട്ടിയാൽ ഒരു പേഴ്സണൽ സ്റ്റാഫിനെ പോലും മറ്റ് സമുദായങ്ങളിൽ നിന്നും വയ്ക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതെല്ലാം തുറന്നു പറയുന്ന തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ചേർന്ന് വർഗീയവാദിയായി ചിത്രീകരിച്ച് ചർച്ചകൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
നേതൃസംഗമത്തിൽ SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തി. വൈക്കം യൂണിയൻ പ്രസിഡന്റ് PV ബിനേഷ്, വൈക്കം യൂണിയൻ സെക്രട്ടറി MP സെൻ സ്വാഗതവും, തലയോലപ്പറമ്പ് യൂണിയൻ പ്രസിഡന്റ് ED പ്രകാശൻ നന്ദിയും, സെക്രട്ടറി SD സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് KV പ്രസിഡന്റ്, മറ്റ് യൂണിയൻ നേതാക്കൾ എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തു. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്താൻ ഈ രാജ്യം വെട്ടിക്കീറിയത് തന്നെ ആരാണ്? പാകിസ്ഥാനും ഇന്ത്യയും വെട്ടിക്കീറിയത് തന്നെ ഈ കേരളത്തെ പോലും വെട്ടിക്കീറാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവരിൽ നിന്നും മതേതര പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മളാരും മിണ്ടുന്നില്ല. ആ മിണ്ടാതിരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ മിണ്ടിക്കാതിരിക്കാനുള്ള ഒരു കഴിവ് വേണം ചെയ്യുന്നത്. കാരണം വലോട്ട് വേണ്ട, ഇടതും വലതും ഒന്നും മിണ്ടുന്നില്ല, മതേതര പാർട്ടി. ഇവരെന്ത് പറഞ്ഞാലും അതിനാരും എന്ത് പറയുന്നു? ഇതൊന്നും ആലോചിച്ച് ഭരണത്തിൽ നിന്നും ഞാനെന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നില്ല എന്ന് പറയുന്നില്ല, കോൺഗ്രസ് തന്നില്ല എന്ന് പറഞ്ഞ അക്ഷരം തന്നില്ല. ലീഗുകാർ ഭരണത്തിൽ വന്നപ്പോൾ നമുക്ക് സ്ഥാപനം തന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ ലീഗിനെന്താ ഇത്ര കോപം? ദൃശ്യാന്യൂസ് വൈക്കം. എരുമേലി KSRTC ബസ് സ്റ്റാൻഡും സ്ഥലവും 3 മാസത്തിനകം ഒഴിയണമെന്ന പാലാ സബ് കോടതിയുടെ വിധി മറികടക്കാൻ തടസ്സങ്ങളേറെ. നിലവിലുള്ള സ്റ്റാൻഡ് അതേപടി നിലനിർത്തി ഓഫീസ് മാത്രം തൊട്ടടുത്തുള്ള ദേവസ്വം വക കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് നീക്കം. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിച്ച് തൽസ്ഥിതി തുടരാൻ മേൽക്കോടതിയുടെ ഉത്തരവുണ്ടാവുകയും ഒപ്പം ദേവസ്വം ബോർഡിൻ്റെ മുറികൾ വിട്ടുകിട്ടുകയും വേണം. ഇതിനുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നതെങ്കിലും അപ്പീൽ ഹർജി നൽകാൻ KSRTCയുടെ ഉന്നതതലത്തിൽ നിന്നും നടപടികളായിട്ടില്ല. കോർപ്പറേഷൻ്റെ അനുമതി കിട്ടിയാലാണ് അപ്പീൽ നൽകാനാവുക. ദേവസ്വം ബോർഡ് യോഗം ചേർന്നാലാണ് മുറികൾ KSRTCക്ക് വിട്ടു നൽകുന്ന കാര്യം ആലോചിക്കുക. അപ്പീൽ നൽകാനുള്ള സമയപരിധിക്കുള്ളിൽ ഈ 2 കാര്യങ്ങളിലും നടപടിയുണ്ടാകണം. ഒപ്പം മറ്റൊരു പ്രതിസന്ധി കൂടി മുന്നിലുണ്ട്. ബലക്ഷയം മൂലം അപകടത്തിലായതിനാൽ സ്റ്റാൻഡിലെ ശുചിമുറി സമുച്ചയവും വർക്ക്ഷോപ്പ് യൂണിറ്റുകളും ഉൾപ്പെടുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നും അല്ലാത്തപക്ഷം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായേക്കുമെന്നും പൊതുമരാമത്ത് വിഭാഗം കത്ത് നൽകിയിട്ടുള്ളതാണ് പ്രശ്നമായത്. സ്ഥലവും കെട്ടിടങ്ങളും അതേപടി ഒഴിഞ്ഞുകൊടുക്കണമെന്ന കോടതി വിധി നിലനിൽക്കുന്നതിനാൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ നിയമപ്രകാരം സാധിക്കില്ല. അപ്പീൽ ഹർജി മേൽക്കോടതി സ്വീകരിച്ചാലാണ് കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് കോടതിയുടെ അനുമതി തേടാനാവുക. അതേസമയം ഓഫീസ് പ്രവർത്തിക്കുന്ന പ്രധാന കെട്ടിടവും വെയിറ്റിംഗ് ഷെഡും അപകട ഭീഷണിയിലല്ല. പൊളിച്ചു നീക്കുമ്പോൾ ഈ കെട്ടിടം നിലനിർത്താനാകുമെന്നാണ് കരുതുന്നത്. പഞ്ചായത്ത് ഇടപെട്ട് സ്വകാര്യ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് നൽകാൻ ആദ്യം തീരുമാനിച്ചിരുന്നുവെങ്കിലും വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് സ്റ്റാൻഡ് ഉൾപ്പെടെ KSRTC പൂർണ്ണമായി മാറ്റിയാൽ നിലവിലുള്ള സ്ഥലം അന്യാധീനപ്പെടുമെന്നുള്ള ആശങ്കയാണ് തൽക്കാലം സ്വകാര്യ സ്ഥലം വേണ്ടെന്ന് വയ്ക്കുന്നതിലേക്ക് എത്തിയത്. ശബരിമല സീസണിന് മുമ്പായി ദേവസ്വം ബോർഡിൻ്റെ മുറികളിലേക്ക് KSRTCയുടെ ഓഫീസ് പ്രവർത്തനം മാറ്റാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിനായി മുറികൾ ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA കത്ത് നൽകിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സെൻറ്റർ പൊളിക്കുന്നതിന് സീസണിന് ശേഷം കോടതിയുടെ അനുമതി തേടാമെന്നാണ് കണക്കുകൂട്ടൽ. ദൃശ്യാന്യൂസ് എരുമേലി. ചങ്ങനാശ്ശേരി പായിപ്പാട് പഞ്ചായത്തിൽ പൂർത്തീകരിച്ച വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് 4 കോടി സെൻറ് തോമസ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ മന്ത്രി VN വാസവൻ നിർവഹിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷത വഹിക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ചടങ്ങിൽ മന്ത്രി കൈമാറും. 5-ാം വാർഡിൽ ഐത്തുമുണ്ടകം ഭാഗത്ത് നിർമ്മിച്ച പട്ടികജാതി പൊതുശ്മശാനത്തിൻ്റെ സമർപ്പണവും മന്ത്രി VN വാസവൻ നിർവഹിക്കും. 15-ാം വാർഡിലെ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. വനിതാ വികസന കോർപ്പറേഷൻ്റെയും പട്ടികജാതി വികസന കോർപ്പറേഷൻ്റെയും സഹായത്തോടെയുള്ള വനിതാ വായ്പാ പദ്ധതി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്യും. വനിതാ ഫിറ്റ്നസ് സെൻറ്റർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ മഞ്ജു സുജിത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജോ, സ്ഥിരം സമിതി അധ്യക്ഷ അനിജ ലാലൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മുബാഷ് മുഹമ്മദ് ഇസ്മായിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് നമ്മൾ 5 വർഷം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അല്ലെങ്കിൽ 5 വർഷക്കാലം നമ്മൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഒരു ഡോക്യുമെന്റേഷൻ തയ്യാറാക്കി ഒരു ബുക്കിലെറ്റ് അടിച്ച് പായിപ്പാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ആ വികസന രേഖയ്ക്കകത്ത് ഈ 5 വർഷം 2021-22
23, 24, 25 ഈ 5 വർഷം ഞങ്ങൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ആ വികസന രേഖയ്ക്കകത്തുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ പൂർത്തീകരിച്ച വികസന പദ്ധതികൾ നാളെ നാടിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാനായ സഹകരണ രജിസ്ട്രേഷൻ തുറമുഖം വകുപ്പ് മന്ത്രി EN വാസവൻ ചേട്ടൻ പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി നാളെ പായിപ്പാട് നടക്കും. പായിപ്പാട് നാലുകൂടി സെന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ വെച്ച് പൂർത്തീകരിച്ച വികസന പദ്ധതികളുടെ സമർപ്പണം നാളെ നടക്കുകയാണ്. ബഹുമാനായ ചങ്ങനാശ്ശേരിയുടെ MLA ജോൺ മൈക്കിൾ സാറിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ചാണ് ഈ പദ്ധതികളെല്ലാം നാടിന് സമർപ്പിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ 1 കിലോ കഞ്ചാവും 10 ഗ്രാം MDMA-യുമായി വിദ്യാർത്ഥി പിടിയിൽ. ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായ മാമൂട് മുതലപ്ര സ്വദേശി ആകാശ് മോനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ചങ്ങനാശ്ശേരി പോലീസും ചേർന്ന് ചങ്ങനാശ്ശേരി SB കോളേജിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. ഓണത്തിന് വിൽപ്പനയ്ക്കായാണ് ബംഗളൂരുവിൽ നിന്നും ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നതെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞു. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ എന്നാണ് സർക്കാർ ലക്ഷ്യമിട്ടതെങ്കിലും 4 വർഷത്തിനുള്ളിൽ തന്നെ 100 പാലങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചുവെന്ന് മന്ത്രി അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ്. മാന്നാനം പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 150 പാലങ്ങൾ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയെന്നും പാലം നിർമ്മാണം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത സർക്കാരാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്ന തുകയിൽ നിർമ്മിക്കുന്ന പാലമാണ് മാന്നാനം കൈപ്പുഴ റൂട്ടിലുള്ള ഈ പാലമെന്ന് മാന്നാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മന്ത്രി VN വാസവൻ പറഞ്ഞു. കമ്പനിക്കടവ് പാലം, കുമരകം കോണത്താറ്റ് പാലം എന്നിവ അടുത്ത മാസത്തോടെ പൂർത്തിയാകുമ്പോൾ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റെടുത്ത മുഴുവൻ പാലങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പാലം ഉയർത്തിപ്പണിയുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഞാൻ പറയാം. മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെ വിശുദ്ധ ചാവറയച്ചൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ അതിരമ്പുഴയിൽ എത്തിച്ചേർന്നത് ആദ്യം വള്ളത്തിലായിരുന്നു. ആ വള്ളം കടന്നു വന്നാകട്ടെ പെണ്ണാർത്തോട് വഴി നമ്മുടെ അതിരമ്പുഴ ചന്തക്കടവിലാണ് എത്തിച്ചേർന്നത്. ആ ഗതാഗത സൗകര്യം ഭാവിയിൽ പുനഃസ്ഥാപിക്കണമെന്നൊരാഗ്രഹം കൂടി നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളിത് നമ്മുടെ ജലനിരപ്പിൽ 6 മീറ്റർ ഉയരത്തിൽ പണിയണമെന്ന ആശയം നിങ്ങൾ മുന്നോട്ട് വെച്ചത്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നാളുകളിൽ വള്ളമായിരുന്നാലും ബോട്ടായിരുന്നാലും കയറി വരൂ. അങ്ങനെ നമുക്ക് വലിയ രൂപത്തിലുള്ള ഹൗസ് ബോട്ടുകളായിരുന്നാലും അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള ബോട്ടുകളായിരുന്നാലും കയറി വരാൻ ഒരു സൗകര്യം കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ് അന്ന് 2 കോടി പറഞ്ഞ സ്ഥാനത്ത് 24.5 കോടി രൂപ മുടക്കി ഈ പാലം നിർമ്മിക്കുന്നത് എന്ന കാര്യം കൂടി എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഒപ്പം ഭാവിയിൽ കിഴക്കൻ മേഖലകളിൽ വരുന്നവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ വേമ്പനാട്ടുകായലിലേക്ക് പോകാൻ അതിരമ്പുഴയിലെത്തിയാൽ മതി എന്ന സാഹചര്യം വരികയും വൈക്കത്തേക്കും പടിഞ്ഞാറൻ തീരങ്ങളിലേക്കും എല്ലാം പോകാൻ കഴിയും എന്നുള്ളതുമാണ് ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യമായി വരാൻ പോകുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24.83 കോടി രൂപ ചെലവഴിച്ച് ദേശീയ ജലപാത മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുതിയ പാല നിർമ്മാണം. 228.7 മീറ്റർ നീളത്തിലും 12 മീറ്റർ വീതിയിലും വർഷകാല ജലനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിലുമാണ് പണിയുന്നത്. ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് MP, മുൻ MP തോമസ് ചാഴിക്കാടൻ, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ്, ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അജപാലന ശുശ്രൂഷയിൽ റൂബി ജൂബിലി ആഘോഷിച്ച് തിരുവല്ല മുക്കാഞ്ഞിരം സെന്റ് സ്റ്റീഫൻസ് മാർത്തോമ ഇടവക വികാരി റവറൻ CG തോമസ്. ജൂബിലി സമ്മേളനവും സ്നേഹസംഗമവും ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ NJ രാജ് ഉദ്ഘാടനം ചെയ്തു. 1986 ജൂലൈ 28-നാണ് റവറൻ CG തോമസ് വൈദിക പട്ടം സ്വീകരിച്ചത്. പത്തനംതിട്ട മൈലപ്ര ശാലെ മർത്തോമ ദേവാലയമാണ് മാതൃ ഇടവക. 22ഓളം ഇടവകകളിൽ അദ്ദേഹം വികാരിയായി സേവനം അനുഷ്ഠിച്ചു. വൈദിക ശുശ്രൂഷയിൽ 40 വർഷം പൂർത്തിയാക്കുമ്പോൾ ലാളിത്യവും വിനയാന്വിതമായ പെരുമാറ്റവും കൊണ്ട് റവറൻ CG തോമസ് ഇടവക സമൂഹത്തിൻ്റെയാകെ ആദരവ് പിടിച്ചുപറ്റി. 3 വർഷം മുൻപാണ് അദ്ദേഹം മുക്കാഞ്ഞിരം സെന്റ് സ്റ്റീഫൻസ് മർത്തോമ ഇടവക വികാരിയായി ചുമതലയേൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ 40ാം വാർഷികം ഇടവക ജനങ്ങൾ ആഘോഷമാക്കി. ജൂബിലി സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു.
ജീവിതത്തിൽ ഓരോ ആളുകൾക്കും ഓരോ കർമ്മപഥങ്ങൾ സത്യത്തിലുണ്ട്. ദൈവം നമുക്കൊരു വഴി തീർച്ചയായിട്ടും നമ്മളെ നിയോഗിക്കപ്പെടുകയാണ്. എപ്പോഴും എന്ത് കർമ്മം അനുഷ്ഠിക്കണം എന്നുള്ളത് ദൈവ നിയോഗത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരുപക്ഷെ ഞാൻ ജനപ്രതിയായതും അച്ഛൻ വൈദികനായതും മറ്റൊരാളുടെ ജനപ്രതിയായിട്ട് കടന്നു വന്നതുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ ദൈവത്തിൻ്റെ ഒരു വലിയ കരസ്പർശമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായി ദൈവം ഓരോ മേഖലകളിലേക്കും നിയോഗിക്കപ്പെടുന്ന ആളുകൾ ആ മേഖലയുമായിട്ടേറെ ബന്ധപ്പെട്ടവരെ അല്ലെങ്കിൽ അതിനേറ്റവും ആപ്റ്റായ ആളുകളെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് കിട്ടിയ ഒരു വലിയ ഭാഗ്യം ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ദൈവിക ശുശ്രൂഷയുണ്ട്. അതോടൊപ്പം തന്നെ ആധ്യാത്മികമായ നല്ല ചിന്തകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെ ഒരു വലിയ ജനസമൂഹത്തെ നന്മയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും പഠിപ്പിക്കാനും ഒക്കെ ലഭിക്കുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മർത്തോമ സഭാ സെക്രട്ടറി റവറൻ എബി മാമൻ അധ്യക്ഷനായിരുന്നു. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിനു ജോബ്, ഡോക്ടർ ജോസഫ് ചാക്കോ, AD സണ്ണി, മിനി സ്റ്റാൻലി, ബ്യൂല റേച്ചൽ സിബി, നിയ ആൻഡ് ബിനോയി, ഇടവക സെക്രട്ടറി സുനിൽ സി എന്നിവർ പ്രസംഗിച്ചു. റവറൻ CG തോമസ് മറുപടി പ്രസംഗം നടത്തി. ഈ 40 വർഷക്കാലം വ്യാപരിച്ചതായുള്ള എല്ലാ ദൈവത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ആരും നേടുന്നതല്ല, എൻ്റെ കൊച്ചിലെ മുതലേയുള്ള എൻ്റെ ഒരു താല്പര്യമാണ് പൂർണ്ണ സമയം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. അത് പഠന ശുശ്രൂഷയിലൂടെ ദൈവം സാധ്യമാക്കിയിട്ടാണ്. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. ഓർമ്മിപ്പിച്ചതുപോലെ ഈ സഭയിൽ ഒരു അംഗമായിരിക്കുക, ഈ സഭയിൽ ഒരു വൈദികനായിരിക്കുക, ഒരു ശുശ്രൂഷകനായിരിക്കുക എന്നുള്ളത്. ആത്മബോധോദയ സംഘം ശ്രീ ശുഭാനന്ദാശ്രമം കറുകച്ചാൽ 6-ാം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്ഥാപന സ്തുതി മഹായജ്ഞം ഭക്തി നിർഭരമായി. മുഖ്യ ആചാര്യൻ PS പൊന്നപ്പൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആത്മബോധോദയ സംഘം സ്ഥാപകൻ ശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ കൽപ്പന പ്രകാരമുള്ള സ്ഥാപന സ്തുതി മഹായജ്ഞത്തിനാണ് കറുകച്ചാൽ 6-ാം നമ്പർ ശാഖ വേദിയായത്. ഗുരുദേവ ചൈതന്യം നിലനിർത്തുന്നതിനും കുടുംബാംഗങ്ങളുടെ ഐശ്വര്യക്ഷേമത്തിനുമായാണ് എല്ലാ വർഷവും സ്തുതി മഹായജ്ഞം സംഘടിപ്പിക്കുന്നത്. ശാഖാ ഭാരവാഹികളും കുടുംബാംഗങ്ങളും 12 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഞായറാഴ്ച രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ നാമസങ്കീർത്തന ആലാപനത്തോടുകൂടി മഹായജ്ഞം ഭക്തജനങ്ങൾ ധന്യമാക്കി. മുഖ്യ ആചാര്യൻ PS പൊന്നപ്പൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഹരിനാരായണ ഗുരുനാരായണ പരമാനന്ദ ശുഭാനന്ദ വരദായകനെ കരുണാനിധിയെ ശരണാഗതനിൽ കനിയണമേ. ഹരിനാരായണ ഗുരുനാരായണ പരമാനന്ദ ശുഭാനന്ദ വരദായകനെ കരുണാനിധിയെ ശരണാഗതനിൽ കനിയണമേ.
ഹൃദയം തന്നിൽ നിന്നടനങ്ങൾ കാണാനായി ദ്വാരകയാകും ഹൃദയം തന്നിൽ നിന്നടനങ്ങൾ കാണാനായി മായകൾ നീക്കി കളങ്കം നീക്കി തന്നിടണേ എൻ ഗുരുനാഥ മായകൾ നീക്കി കളങ്കം നീക്കി തന്നിടണേ എൻ ഗുരുനാഥ ഹരിനാരായണ ഗുരുനാരായണ പരമാനന്ദ ശുഭാനന്ദ വരദായകനെ കരുണാനിധിയെ ശരണാഗതനിൽ കനിയണമേ. ശാഖ പ്രസിഡന്റ് KK ബാബു കഴുന്നുകുഴി, സെക്രട്ടറി KK തങ്കപ്പൻ പ്ലാച്ചിക്കൽ, ട്രഷറർ വിനോദ് കഴുന്നുകുഴി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ പത്മഭൂഷൺ ശോഭനയുടെ ഭരതനാട്യവും ഭാരതനൃത്തവും കലാമണ്ഡപത്തിൽ നടന്നു. വൈകിട്ട് നടന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് കലാ ആസ്വാദകരാണ് എത്തിയത്. മള്ളിയൂർ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിയും ദിവാകരൻ നമ്പൂതിരിയും ചേർന്ന് ശോഭനയെ പൊന്നാടയണിയിക്കുകയും മള്ളിയൂരിൻ്റെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 27-നാണ് മഹാവിനായക ചതുർത്ഥി മഹോത്സവം. 1008 നാളികേരത്തിൻ്റെ ഗണപതി ഹോമവും ആനയൂട്ടും നടക്കും. കങ്ങഴ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മുള്ളൻകുഴി കുടുംബശ്രീ ADS വാർഷികം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS റംല ബീഗം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റാലി, പൊതുസമ്മേളനം എന്നിവയോടെയാണ് കങ്ങഴ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മുള്ളൻകുഴി കുടുംബശ്രീ ADS വാർഷികം ആഘോഷിച്ചത്. സമ്മേളന വേദിയായിരുന്ന മുണ്ടത്താനം CMS LP സ്കൂളിൽ നിന്നും ആരംഭിച്ച് മുണ്ടത്താനം ജംഗ്ഷനിലെത്തി റാലി സ്കൂളിൽ സമാപിച്ചു. വാർഷിക സമ്മേളനം കങ്ങഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS
റംല ബീഗം ഉദ്ഘാടനം ചെയ്തു. അന്ന് ആ തിരിച്ചറിവിലൂടെ പഠിപ്പിച്ച് നമ്മളെ എല്ലാ സമൂഹത്തിൻ്റെ ഓരോ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും പഠിപ്പിച്ചിടത്തു നിന്ന് തിരിച്ചുപോക്കിലാണ് നമ്മളിപ്പോൾ. അത് നമുക്ക് വീണ്ടെടുക്കണം. ആ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ സാമൂഹ്യ രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവരായി മാറണം. അതാണല്ലേ കുടുംബശ്രീയുടെ ലക്ഷ്യവും അല്ലേ? ഒരുമിച്ച് ചേർന്നിരുന്ന നമ്മളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നു, നമ്മൾ എന്താണ് ഒരു സാഹോദര്യം വളർത്തിയെടുക്കുന്നു, ജാതിയില്ല, മതമില്ല, അല്ലേ, പ്രായമില്ല, അങ്ങനെയൊക്കെ തന്നെ നമ്മളൊരു കൂട്ടമായി ചേർന്നിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. വാർഡ് മെമ്പർ AM മാത്യു ആനിത്തോട്ടം അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബു ഫിലിപ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വത്സലകുമാരി കുഞ്ഞമ്മ, ചന്ദ്രലേഖ മോഹൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോയ്സ് M. ജോൺ, AH ഷിയാസ്, CDS വൈസ് ചെയർപേഴ്സൺ ഷിജ റഹ്മാൻ, ADS പ്രസിഡന്റ് മേരി ജേക്കബ്, ADS അംഗങ്ങളായ മേഴ്സി ബിജു, അൻസൽന സുബൈർ, എൽസമ്മ കെ ജോൺ, ഹൗലത്ത് ബീവി, രജിത എന്നിവർ പ്രസംഗിച്ചു. വാർഡ് മെമ്പർ AM മാത്യു ആനിത്തോട്ടം, CDS ചെയർപേഴ്സൺ പ്രീത ഓമനക്കുട്ടൻ, ആശാ വർക്കർ റസീന അബ്ബാസ്, ഹരിതകർമ്മസേനാംഗം തങ്കമ്മ വിറ്റി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കൂത്താട്ടുകുളം നഗരസഭയിൽ ഭരണസംവിധാനം നിശ്ചലമാണെന്ന് LDF ആരോപിച്ചു. LDF കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച് കുത്തിയിരുന്നു. 4 ദിവസമായി ബാറ്ററി ഇല്ലാത്തതുമൂലം ഇന്റർനെറ്റ് സെർവർ പ്രവർത്തിക്കാത്തതിനാൽ നഗരസഭയിലെ ലാപ്ടോപ്പുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഇതുമൂലം സർട്ടിഫിക്കറ്റുകളും നൽകുവാനോ നികുതി പണം മറ്റും സ്വീകരിക്കുവാനോ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നഗരസഭാ ക്രിമിറ്റോറിയം പ്രവർത്തിക്കുന്നില്ല. ഒക്ടോബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. റോഡ് പണികൾ നിശ്ചലമായെന്നും LDF ആരോപിച്ചു. സണ്ണി കുര്യാക്കോസ്, അംബിക രാജേന്ദ്രൻ, വിജയ ശിവൻ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. 4 ദിവസമായി കൂത്താട്ടുകുളം നഗരസഭയിൽ ഒരു രൂപത്തിലുള്ള ലാപ്ടോപ്പുകളും വർക്ക് ചെയ്യാതെ കൂത്താട്ടുകുളം നഗരസഭയിലെ ഇലക്ട്രിക് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ബാറ്ററി ഇല്ലാത്തതിൻ്റെ പേരിൽ സെർവർ ഡൗൺ ആയി പോവുകയും 3 ദിവസക്കാലമായി ലാപ്ടോപ്പുകൾ ഒന്നും വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഓരോ ദിവസവും നഗരസഭയ്ക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ നഗരസഭയ്ക്ക് വാങ്ങാൻ ഡിമാൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 100 കണക്കിന് ആളുകൾക്ക് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ അത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവസാന കാലഘട്ടത്തിൽ നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള ഗവൺമെൻറ് ഫണ്ടുകൾ അടക്കം പൂർത്തീകരിക്കേണ്ട കാലഘട്ടത്തിൽ പല ന്യായങ്ങളും പറഞ്ഞ് റോഡുകളുടെ പണി ഉൾപ്പെടെ നിലച്ചിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനം, നാളുകളായി ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. നഗരസഭയുടെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇവിടെ നിന്ന് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മറ്റ് നഗരസഭകളെക്കാളും പഞ്ചായത്തുകളെക്കാളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൂത്താട്ടുകുളം നഗരസഭയെ ഏറ്റവും പുറകിലേക്ക് തള്ളിവിടാനായിട്ട് ഇവരുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിരിക്കുന്നു. അരയാഞ്ഞിലി മണ്ണിലെയും കുരുമ്പൻമൂഴിയിലെയും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമായി പുതിയ സ്റ്റീൽ നിർമ്മിത പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം സെപ്റ്റംബർ 11 മന്ത്രി OR കേളു നിർവഹിക്കുമെന്ന് പ്രമോദ് നാരായൺ MLA അറിയിച്ചു. 3.97 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കുരുമ്പൻമൂഴി പാലത്തിൻ്റെ നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരളയും 2.68 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അരയാഞ്ഞിലി മൺ പാലത്തിൻ്റെ നിർമ്മാണം ചുമതല കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമാണ്. പാലം നിർമ്മാണത്തിനായി വിവിധ വകുപ്പുകളിൽ നിന്നും ലഭിക്കേണ്ട മുഴുവൻ അനുമതികളും ലഭ്യമായിട്ടുണ്ട്. പാലങ്ങളുടെ നിർമ്മാണത്തിനായി സർക്കാർ അനുമതികളടക്കം നേടുന്നതിൽ വലിയ പരിശ്രമമാണ് നടത്തേണ്ടി വന്നതെന്നും MLA പറഞ്ഞു. 8 മാസത്തിനുള്ളിൽ ഇരുപാലങ്ങളുടെ നിർമ്മാണം ഒരേപോലെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.